ശ്രീ വി ജോയി, താങ്കൾക്കറിയാം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞാണ് BJP വരുന്നത്. ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ആ പട്ടികയിലുള്ളവരുടെ ഓരോരോ അവരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ ആരെയാണ് ഈ BJP നേതൃത്വം കൊണ്ട് നിർത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനന്തോജിയുടെ പേര്, തിരുമല അനിൽ, അതോടൊപ്പം തന്നെ ഈ ആനന്ദ് ബേബി, ഇവരെല്ലാം തന്നെ വളരെ നിസ്വാർത്ഥന്മാരായ പ്രവർത്തകരായിരുന്നു. അവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതിന് വലിയ തരത്തിലുള്ള അപരാധങ്ങൾ കേൾക്കുകയാണ്. ആ പാർട്ടിയുടെ ധൂർത്തിനെ സംബന്ധിച്ച്, ധൂർത്ത് നടത്തുന്നവർക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഒരുപക്ഷെ തിരുവനന്തപുരത്തെ BJP ആണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള നിലപാടുകളുമായി ആ BJP പാർട്ടിക്ക് തന്നെ വല്ലാത്ത തരത്തിൽ അപരാധമായി നിലനിൽക്കുകയും ചെയ്തു. താങ്കൾക്കറിയാം ആയിരിക്കാം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയിൽ ഈ പറയുന്ന പണക്കൊഴുപ്പിൻ്റെ, അതോടൊപ്പം തന്നെ മണ്ണുമാഫിയയുടെ, പണം തട്ടിപ്പിൻ്റെ ഏജന്റുമാരായി തന്നെ മാറുന്ന ഒരു പിടി നേതാക്കൾ, ഇവരാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ അടക്കം മത്സരിക്കാൻ പോകുന്നത്? ഇവിടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൊതുവേയും പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിലും കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര ഭരണത്തിൻ്റെ ലേബലിൽ നടത്തുന്ന കൊടിയ അഴിമതികളും കൊലപാതകങ്ങളടക്കമുള്ള കാര്യങ്ങളും നാട്ടിലെ ജനങ്ങൾക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വാമിയുടെ ആശ്രമം കത്തിച്ചു. ആ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചില കണ്ടെത്തലുകൾ നടത്തി. ആ സത്യം പുറത്തു പറഞ്ഞയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത്, കൗൺസിലർമാരടക്കമുള്ള ആളുകൾ ആ കേസിൽ പ്രതിയായി ജയിലിൽ പോയി. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കൂ, നഗരസഭയിലെ കൗൺസിലർമാർ നഗരസഭ സൗജന്യമായി അച്ചടിച്ചു കൊടുക്കുന്ന അപേക്ഷാ ഫാറം BJP പ്രവർത്തകർ വിറ്റ് കാശ് വാങ്ങിച്ചു. ഇത് ഞങ്ങളാരും പറയുന്നതല്ല, കൗൺസിലർ തന്നെ പറയുകയാണ്. എൻ്റെ പാർട്ടിക്കാർ നഗരസഭ സൗജന്യമായി അച്ചടിച്ചു കൊടുത്ത അപേക്ഷാ ഫാറം വിറ്റ് കാശ് വാങ്ങിച്ചു. മറ്റൊരു BJPയുടെ കൗൺസിലർ ഹരിതകർമ്മസേനയിൽ നിന്ന് അവരുടെ ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട പരാതി. നാട്ടിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് രണ്ട് ഭാഗത്തു നിന്ന് കാശ് വാങ്ങുന്ന സമീപനം, നെൽവയലുകളും പ്രദേശങ്ങളും നികത്തുന്നതിന് മണൽ മാഫിയയുമായിട്ടുള്ള കൂട്ടുകെട്ട്, മണൽ മാഫിയ തന്നെ ഇവരുടെ ഏറ്റവും അടുത്ത ആളുകളായി മാറുന്ന സാഹചര്യം, ദളിത് വിഭാഗങ്ങളുടെ വീട് ആക്രമിക്കപ്പെടുന്നു. ഈ പറഞ്ഞാൽ എത്രയെത്ര സംഭവങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ചെയ്തു വരുന്നത്. സാധാരണ BJPയുടെ ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താ, അതിനെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ 500 കോടി രൂപയാണ് ഭൂമി കുംഭകോണത്തിലൂടെ, ഭൂമി മറിച്ചു വിറ്റതിലൂടെ നേടിയത്. എംബ്രാൻ അല്പം കട്ടുമുച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെ രാജീവ് ചന്ദ്രശേഖർ 500 കോടി അടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. ഇവിടെ മണൽ മാഫിയയും ഗുണ്ടാ മാഫിയയും ആവശ്യത്തിന് പണം തട്ടിയെടുക്കുകയാണ്. സഹകരണ സംഘങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം, നഗരം ഞങ്ങൾ ഉടലോടെ സ്വർഗത്തേക്ക് എടുക്കാൻ പോകുന്നു, നഗരം ഇതൊന്നുമല്ല എന്നുള്ളത് പറയുമ്പോൾ നഗരത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇവരെയാണല്ലോ ഞങ്ങൾ പലപ്പോഴായിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത് എന്ന് ആളുകളിപ്പോൾ ചിന്തിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കൈനീട്ടം വയ്ക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഈ 2 കൊലപാതകങ്ങളും ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. സത്യസന്ധരായിട്ടുള്ള BJP പ്രവർത്തകർക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പണമുള്ളവനും ഇത്തരം മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്ന, മാഫിയ പ്രവർത്തനം നടത്തുന്നവർക്കും മാത്രമേ BJPയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മറ്റ് BJP പ്രവർത്തകരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറി മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് രംഗത്തുള്ളത്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് കൊടിയ അഴിമതിയുടെയും ആളുകളെ, സ്വന്തം പാർട്ടിയിലെ ആളുകളെ തന്നെ
ഇല്ലായ്മ ചെയ്യുന്നവരുടെയും പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അത് തിരുവനന്തപുരത്തെ ജനത തിരിച്ചറിയും. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് തിരുവനന്തപുരം ജനത അതിന് പകരം വീട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ അനാഥമായിരിക്കുകയാണ്. അനിലിൻ്റെ കുടുംബമാണെങ്കിലും ശരി, അതോടൊപ്പം ഇപ്പോൾ അനന്തുവിൻ്റെ കുടുംബമാണെങ്കിലും ശരി, രണ്ടും വളരെ ദുഃഖിതരായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. നാട്ടുകാർക്കെല്ലാം അറിയാം. നിങ്ങൾ തൃക്കണ്ണാപുരത്തൊന്ന് പോയി തിരക്കി നോക്കിയാൽ അറിയാം. ഇപ്പോൾ കരമന ജയൻ പറഞ്ഞതല്ല ശരി, അവിടെയുള്ള ആളുകൾക്കറിയാം ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം, ശരിമയാർന്ന നിലപാട്, അതെല്ലാം ആ പ്രദേശത്തെ ആളുകൾക്കറിയാം. അവരുടെ മുമ്പിൽ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ നോക്കിയിട്ടാണ് ജയൻ കുഞ്ഞനം കുത്തി കാണിക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ അനിലിനോടും കാണിച്ചത്. ഇവർ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് BJP പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, ലീഡർഷിപ്പ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഈ മാഫിയ ബന്ധത്തെ ജനങ്ങൾ വലിച്ചെറിയും. ഈ മാഫിയ കൂട്ടുകെട്ടിനെ, BJPയുടെ ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.